ഇതാര് സൂര്യമോളോ? എപ്പോഴെത്തി മോളെ? ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വീട്ടിലൊന്ന് കേറിയെന്ന് മാത്രം. നേരെ ഇങ്ങോട്ടാ പോകുന്നേ. അതേതായാലും നന്നായി. പിന്നെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖാണോ? അതെ അമ്മേ, സുഖ. സന്തോഷം ഇവിടെ വന്നപ്പോ സന്തോഷം കൂടി കൊണ്ടുവരായിരുന്നില്ലേ? സന്തോഷേട്ടൻ അർജന്റ് ആയിട്ട് ദുബായ് വരെ പോയിരിക്കാം. അതുകൊണ്ടാ എനിക്ക് ഇപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരാൻ പറ്റിയത് തന്നെ. ചേച്ചി, ടൂറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, അടിപൊളി. ടൂറ് കഴിഞ്ഞപ്പോ ചേച്ചി വീണ്ടും തടിച്ചു. എടി എടി, കണ്ണു വെക്കാതെ ഒന്ന് പോടിയിടുന്നു. പെമ്പിള്ളരായ ഇച്ചിരി തടിയൊക്കെ വേണം മോളെ. അതെങ്ങനെ? ഇപ്പോഴത്തെ പെമ്പിള്ളേര് പട്ടിണി കിടന്നല്ലേ സ്ലിം ആകുന്നത്. സൗന്ദര്യം കൂടി കൂടി അവസാനം ക്ഷയരോഗം പിടിപെട്ട പോലാകും. അല്ല, നമ്മുടെ ഇളയ കാന്താരി എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തിരക്കോ ഇല്ലെന്ന് അറിയാൻ ഞാനിന്ന് മാറി നിന്നേ ഉള്ളൂ. ആഹാ, ഇന്ന് ഇവിടെ വാടി കാന്താരി. ഞാൻ കുറച്ചു ദിവസം ഒന്ന് മാറി നിന്നപ്പോ നിന്റെ നാക്കിന് എല്ലില്ലാതായി അല്ലേ? ഇന്നാടി കാന്താരി, നിന്റെ ഫേവറേറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്താ സൂര്യേച്ചി, കല്യാണം കഴിഞ്ഞപ്പോ ഈ വീട്ടിലെ വിരുന്നുകാരിയായോ? അല്ല, കയ്യിലൊരു സമ്മാനപ്പൊതിയായിട്ട് വന്ന് കയറുന്നുണ്ട് ചോദിച്ചതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളായിട്ട് എന്നെ മാറ്റി നിർത്താതിരുന്നാ മതി. അങ്ങനെ ചെയ്യാത്തടത്തോളം ഞാനാ ഈ വീട്ടിലെ മൂത്ത മോള്. എന്നാ പിന്നെ എന്റെ മൂത്ത ചേച്ചി ഒന്ന് അകത്തോട്ട് കയറിയാട്ടെ. അല്ല, അമ്പിളി എവിടെ? ആരെയോ കാണണോന്ന് പറഞ്ഞിറങ്ങിയതാ. നേരം കൊറേയായി ഇറങ്ങിയിട്ട്. ആഹാ, പുള്ളിക്കാരി ഒറ്റയ്ക്ക് കറക്കമൊക്കെ തുടങ്ങിയോ? സൂര്യേച്ചിയുടെ കല്യാണത്തിന് ശേഷം ഇന്നാ ഒന്ന് പുറത്തിറങ്ങിയത്. അമ്പിളേച്ചി ഞങ്ങളോട് പോലും മിണ്ടൂല. മോള് കേറിയിരിക്കെ, ഞാൻ അവളുടെ മൊബൈലിലൊന്ന് വിളിക്കാം. വേണ്ടമ്മേ, അമ്പിളി വരട്ടെ. ഒരു സർപ്രൈസ് ആയിട്ട് അവൾ എന്നെ കണ്ടാ മതി. എന്നാ വാ, നമുക്ക് അകത്തോട്ട് ഇരിക്കാം. വാടി കാന്താരി.